അങ്ങനെ ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ലൈനപ്പായി. ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. സൺഡേ ദുബായിൽ 2:30 മത്സരം. അതിനിടയിൽ കുറേ വിവാദങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഇന്ത്യൻ്റെ ഹോം ഗ്രൗണ്ട് ദുബായ് ആക്കിയത് കൊണ്ട് ഇന്ത്യക്ക് പിന്നെ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ ആയതുകൊണ്ട് ഇന്ത്യ ദുബായിലേക്ക് കളിക്കുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണ് സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് ഇന്ത്യ ഫൈനലെത്തിയെന്നൊക്കെ പറഞ്ഞ് മൊത്തം വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി ഗംഭീർ പറഞ്ഞു, രോഹിത് ശർമ്മ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു കിടിലൻ ഫൈനൽ നമുക്ക് കാണാം, ഇന്ത്യയും ന്യൂസിലാൻഡും. അപ്പോൾ ന്യൂസിലൻഡിനുള്ള കണക്ക് 2019 വേൾഡ് കപ്പ് സെമിയിലാണെന്ന് തോന്നുന്നു ഒരു കണക്ക് തീർക്കാനുണ്ട്. 2023 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും ഒരു കണക്ക് ന്യൂസിലൻഡിന് തീർക്കാനുണ്ട്. അപ്പം നമ്മുടെ റിവെഞ്ച് ടൈമാണ്. അപ്പോൾ മക്കളെ കയറി പൊളിക്കുക. അപ്പോൾ ദുബായിൽ 2:30 ടിക്കറ്റൊക്കെ എന്താ പറയുക പറയാൻ പോകുന്നത് നല്ല വിലക്കാണ് പോകുന്നത്. കാരണം റെക്കോർഡ് വിലക്കാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും BCCIയും ICCയും ഒക്കെ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യ കപ്പടിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും സെമി പോരാട്ടത്തിൽ ഡേവിഡ് മില്ലർ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അടിപൊളി സെഞ്ചുറി ആയിരുന്നു, ഞാൻ കളി കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്, ഈ ഡേവിഡ് മില്ലർ ലാസ്റ്റ് നിമിഷം കളിക്കുന്ന ആ കളി തുടക്കം കുറച്ച് മുന്നേ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പം കളിയായി മാറിയേനെ. ഇത് ഒരു സെഞ്ചുറിക്ക് വേണ്ടി ഡേവിഡ് മില്ലർ കളിച്ച പോലെ എനിക്ക് തോന്നി. കില്ലർ മില്ലർ അടിപൊളി പ്ലെയറാണ്, സംഭവം ശരി തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. 9 വിക്കറ്റ് പോയപ്പോഴാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് അവൻ അടിച്ചിട്ട് എന്താക്കിയത്, ലാസ്റ്റ് ബോളാണ് സെഞ്ചുറി നേടിയത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഒറ്റ ചോദ്യം എന്ന് വെച്ചാൽ, ഒന്നും കൂടെ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ കളി കിട്ടില്ലായിരുന്നു, ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം ഡേവിഡ് മില്ലർ ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ കുറേ ഇങ്ങനെ മുട്ടി അവസാനമാണ് അടിക്കാൻ തുടങ്ങിയത്. അവസാനം അടിക്കാൻ തുടങ്ങിയ സമയത്ത് ബോളില്ലാതായിപ്പോയി. എന്തായാലും ദക്ഷിണാഫ്രിക്ക പതിവ് പോലെ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ്റെ ഒരു പതിവ് അങ്ങനെയാണല്ലോ, ഏത് എന്താ പറയുക ICC ടൂർണമെൻറ്റിലും മെയിൻ ടൂർണമെൻറ്റിലൊക്കെ സെമിയിലും ഫൈനലിലൊക്കെ പുറത്താവുന്നത് ഓരോരു ഹോബിയാണ്. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യനോട് തോറ്റിട്ടാണല്ലോ ഫൈനലിൽ പോയത്. അതേമാതിരി ഈ സെമിയിൽ ന്യൂസിലൻഡിനോട് പോയി. എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡുമായി നടന്നത്. എന്തായാലും ഫൈനൽ പൊളിക്കട്ടെ, കപ്പ് ഇന്ത്യ അടിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം.